Good evening, dear students. Welcome to the lecture series of Electrostatics. Electrostatics നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ആക്സിയം രണ്ട് ആക്സിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് കുളുംബ്സ് ലോയും മറ്റൊന്ന് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമാണ്. രണ്ട് ഫണ്ടമെന്റൽ ആക്സിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കുളുംബ്സ് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും. രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് കുളുംബ്സ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതിയിരുന്നു. ഇപ്പോൾ സെവറൽ സോഴ്സ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക, Q1, Q2, Q3 അങ്ങനെ സെവറൽ സോഴ്സ് ചാർജ് ഉണ്ട്. ഇവിടെ ടെസ്റ്റ് ചാർജ് Q ഉണ്ട്. ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെക്റ്റർ R1, വെക്റ്റർ R2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ the total force vector F will be equal to vector F1 plus vector F2 plus etc. plus sigma I 1 by 4 pi epsilon naught small q I capital Q by Ri square എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Q sigma I 1 by 4 pi epsilon naught Qi by Ri square യൂണിറ്റ് വെക്റ്റർ Ri. ഈ രൂപത്തിൽ എഴുതാം. ഈ ഒരു ടേമിനെ നോർമലി നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് E. സോ E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് അതെന്താണ് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചെലവഴിക്കുന്നത്. എങ്കിലും നമ്മളിത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറയുന്നതിന് മുമ്പ് ഇലക്ട്രിക് ഫീൽഡ് മാത്തമാറ്റിക്കലി എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യു കൺസിഡർ a source charge small q and consider a charge which is the test charge at a distance vector r from the source charge. ഞാൻ കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q, ഇതാണ് സോഴ്സ് ചാർജ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് P എന്ന് പറയുന്ന പോയിന്റ്, ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q ആണെന്ന് വിചാരിക്കാം. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ R ആണ്. ഇതാണ് പ്രോബ്ലം. സോ ഫ്രം കുളുംബ്സ് ലോ വി ക്യാൻ റൈറ്റ് the force between these two charges is equal to 1 by 4 pi epsilon naught capital Q small q by r square into unit vector r cap. Equation number 1 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് കുളുംബ്സ് ലോ പ്രകാരമുള്ള ഫോഴ്സ്. എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇനി ഞാൻ ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്, സപ്പോസ് യു പുട്ട് Q is equal to 1 coulomb charge. 1 coulomb charge means 1 coulomb പോസിറ്റീവ് ചാർജ് വയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, 1 by 4 pi epsilon naught small q by r square into unit vector. This quantity is called electric field at this point, at the point P. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഈ പോയിന്റ് P, ഡിസ്റ്റൻസ് വെക്റ്റർ R from the source charge. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. Electric field due to
a point source charge, small q is the force experienced by a unit positive test charge at that point. That means electric field at a point P. നമ്മളിപ്പോൾ ഒരു പോയിന്റ് പി എടുക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം എന്താ? ഇവിടെ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ചാർജ് വെക്കുമ്പോൾ ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഒരു ഇലക്ട്രിക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഇൻഫ്ലുവൻസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ ഒരു 1 coulomb ടെസ്റ്റ് ചാർജ് വെക്കുന്നു. ആ 1 coulomb ടെസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഇലക്ട്രിക് ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? എന്തിനാണ് ഇങ്ങനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് വലിയ സ്ട്രെങ്ത് ഉണ്ട്, വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഒരു പോയിന്റ് ചാർജ് വെച്ചു, നമ്മളൊരു പോയിന്റ് ചാർജ് ക്യൂ വെച്ചു. ഇതാണ് സോഴ്സ് ചാർജ്. അപ്പോൾ ഈ സോഴ്സ് ചാർജ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്പോസ് ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. ഏത്? ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ, പോയിന്റ് ഓഫ് കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ, പോയിന്റ് ഓഫ് കൺസിഡറേഷൻ. ഈ പോയിന്റ് ഓഫ് കൺസിഡറേഷനിൽ ഒരു ക്യാപിറ്റൽ ക്യൂ കൊണ്ടുവയ്ക്കുന്ന വഴിക്ക് തന്നെ ഈ സ്മോൾ ക്യൂ, ഈ സോഴ്സ് ചാർജിന് ഇൻഫർമേഷൻ കിട്ടുന്നു. എന്ത്? ഇവിടെ ക്യാപിറ്റൽ ക്യൂ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെ ഈ പോയിന്റ് ചാർജ്, ഈ ക്യാപിറ്റൽ സ്മോൾ ക്യൂ ഇവിടെ ഈ ചാർജ് വെച്ചത് അറിഞ്ഞു എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു കോമൺ മാൻ്റെ ലാംഗ്വേജിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോമൺ മാൻ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഒരു ചാർജ് ക്യൂ വെച്ചപ്പോൾ ഈ സോഴ്സ് ചാർജ് അറിഞ്ഞു ഇവിടെ ചാർജ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാവുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈൻ ഓഫ് ദ ചാർജസ്. അപ്പോൾ ഇവിടെ സോഴ്സ് ചാർജ് ഈ ഇൻഫർമേഷൻ ഇവന് ഈ ക്യാപിറ്റൽ ക്യൂ വെച്ച വഴിക്ക് ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്യൂ വെക്കാത്ത സമയത്തും സം ഇൻഫ്ലുവൻസ് ഈ സോഴ്സ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസിനെയാണ് നമുക്ക് മാത്തമാറ്റിക്കലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ചാർജ് ഇല്ലാത്ത സമയത്തും ഈ പോയിന്റിൽ, ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഈ സോഴ്സ് ചാർജ് എന്തോ ഒരു ഇൻഫ്ലുവൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസിനെ നമ്മൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ്. ആ മാത്തമാറ്റിക്കലി അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? We will put 1 coulomb test charge at this point and we will find out the force between these two charges and we will call this force as electric field at that point. So electric field at a point P due to a point source charge Q is the force experienced by electrostatic force experienced by a unit positive test charge at that point. So ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിന്റ് ചാർജ് ആണ്. ഈ പോയിന്റ് ചാർജ് ഇവിടെ വെച്ചത് കൊണ്ടാണ് ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ഉണ്ടായത്. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസിലേക്ക് നമ്മളൊരു ടെസ്റ്റ് ചാർജ് ക്യാപിറ്റൽ ക്യൂനെ കൊണ്ടുവയ്ക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് an electrostatic force. So simply you can write the electrostatic force F is equal to Q into vector E. ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ വെക്റ്റർ E എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു വെക്റ്റർ E. 1 coulomb ചാർജ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ Q coulomb ടെസ്റ്റ് ചാർജ് വെച്ചാൽ ദ ഫോഴ്സ് വിൽ ബി Q ഇൻറ്റു വെക്റ്റർ E. So remember this relation and simply you can write it as electric field is equal to 1/4πε0 small q by r square into unit vector r cap. This is the electric field due to a point charge
electric field due to a point charge, small q. സോ ഇത് സോഴ്സ് ചാർജ് ആണെന്ന് മനസ്സിലാക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ് ആണ്. ഇത് ടെസ്റ്റ് ചാർജ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു കോമൺ സെൻസ് നമുക്ക്, ഈ ഒരു ഐഡിയ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്ടർ ഇ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കുളൂംബ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ, that can be written as Newton Coulomb raised to -1. So electric field can be defined as, the unit of electric field is Newton per Coulomb. Okay, വേറൊരു യൂണിറ്റ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത് വോൾട്ട് പെർ മീറ്റർ. ഇത് നമ്മൾ പിന്നെ ഡിഫൈൻ ചെയ്യും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കിത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Now we are going to discuss some basic concepts about electric field lines. Mathematically നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ചില ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് ചാർജ് എടുത്താൽ നമ്മൾ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ റേഡിയലി ഔട്ട്വേർഡ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. റേഡിയലി ഔട്ട്വേർഡ്. ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് നമ്മൾ ആ പോയിന്റ് ചാർജിലേക്ക് വന്നു വീഴുന്ന രീതിയിൽ ഫീൽഡ് ലൈൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതും റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ദിസ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. റേഡിയലി ഇൻവേർഡ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഫീൽഡ് ലൈൻസ് നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മളിങ്ങനെ, ഇപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫീൽഡ് ലൈൻസ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, പാരലൽ ആയിരിക്കും. ഈക്വലി സ്പേസ്ഡ് ആൻഡ് പാരലൽ. Equally spaced and parallel. Equally spaced and parallel. Field lines are equally spaced and parallel. So, നമുക്ക് ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്തമാറ്റിക്കലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുന്നത് ഡൈപോളിന്റെയും കൂടി ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉള്ള ഒരു ഫീൽഡ് ലൈൻസ് ആണ്. നമ്മൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. +2 തലത്തിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നെഗറ്റീവ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് വന്നു വീഴുന്ന പോലെയും പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾക്കൊരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫീൽഡ് ലൈനിന് ടാൻജന്റ് നമ്മൾ വരച്ചാൽ മതി. ഫീൽഡ് ലൈനിന്റെ ടാൻജന്റ് ആയിരിക്കും ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. നമ്മൾ ആ ടാൻജന്റിന്റെ ആരോന്റെ മാഗ്നിറ്റ്യൂഡിന്റെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലെങ്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും റെപ്രസെന്റ് ചെയ്യാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെക്ടർ. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. സോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതിന്റെ യൂണിറ്റ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ 2-3 പ്രോപ്പർട്ടീസും കൂടി ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 2-3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഡ്രോ ചെയ്ത ഫീൽഡ് ലൈൻസിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് അത് നോട്ട് ചെയ്ത് പോവാം. പ്രോപ്പർട്ടീസ് ഓഫ്
electric field lines. Electric field lines. Properties of electric field lines. First one, field lines. Field lines. Field lines start from positive charge. Start from positive charge. Start from positive charge. Start from positive charge and end in negative charge. End in negative charge. നമ്മളിപ്പോൾ ഡൈപോളിൻ്റെ ഇത് വരച്ചപ്പോൾ ആ രീതിയിൽ തന്നെയാണ്. And field lines are radially outward. Radially outward. For a positive charge. ഒരു പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ക്യൂവിൽ നിന്ന് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. അത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ, ഇപ്പോൾ ഫീൽഡ് ലൈൻസ് വളരെ ക്രൗഡഡ് ആണെന്ന് വിചാരിച്ചു, വളരെ ഡെൻസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് അർത്ഥം. ഇവിടെ ഫീൽഡ് ലൈൻസ് അത്ര ക്രൗഡഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവാണെന്ന് പറയും. അപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഒരു പിക്ചോറിയൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. മൂന്നാമത്തെ, the magnitude of electric field depends on the density of field lines. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫീൽഡ് ലൈനിന് ടാൻജന്റ് വരച്ചാൽ മതി. സോ വി ക്യാൻ റൈറ്റ് the direction of electric field at a point is represented by the tangent drawn at that point. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ, മറ്റൊരു ഫീൽഡ് ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അതായത് രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഫീൽഡ് ലൈൻ 1ഉം ഫീൽഡ് ലൈൻ 2ഉം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് ലൈൻ 1 പ്രകാരം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ പോയിന്റിന് ടാൻജൻ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മളിങ്ങനെ പറഞ്ഞു. ഫീൽഡ് ലൈനിൻ്റെ 2 പ്രകാരം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും വരും, ഇതിന് ടാൻജൻറ്റും വരും. അപ്പോൾ രണ്ട് ഡയറക്ഷനാണ്. ഒരു ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് എഴുതാം, ഫീൽഡ് ലൈൻസ് never intersect. Intersect ചെയ്താൽ എന്താ പ്രശ്നം? If they intersect, there will be
possible directions of electric field, two possible directions of electric field at a point which is not physically possible. So field lines never intersect. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലക്സിനെ കുറിച്ച് പറയുന്നതും ഫീൽഡ് ലൈൻസ് എങ്ങനെ മൂവ് ചെയ്യുന്നു ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിലും ജനറലി ഈ 5 പ്രോപ്പർട്ടീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 5 പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, E is equal to 1/4 epsilon naught small q by r square into unit vector r cube, and force F is equal to q into vector E. This is the test charge. ഈ ടെസ്റ്റ് ചാർജ് അല്ല ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് കൊളംബ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ്, നമുക്ക് കൊളംബ്സ് ലോൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്തത്. അത് വെച്ചിട്ട് നമുക്ക് 2 പോയിന്റ് ചാർജുകൾ എടുത്തിട്ട് അതിൻ്റെ പ്രോബ്ലം എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. So, let us consider a problem. It's a very simple problem. For example, discuss here. Very simple example. You consider 2 point charges, plus Q and plus Q. Equal charges with the same magnitude. They are separated by a distance d. Let P be a point at a distance z from the center of this line. അപ്പോൾ ഇങ്ങോട്ടുള്ള ദൂരം d/2, ഇങ്ങോട്ടുള്ള ദൂരം d/2. ഒന്ന് താഴ്ത്തി വരയ്ക്കട്ടെ, ഫിഗർ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ്. പ്ലസ് ക്യൂ മൈനസ് പ്ലസ് ക്യൂ, ഇതാണ് പോയിന്റ് പി, ഇവിടേക്കുള്ള ദൂരം സെഡ്, ഇത് d/2, ഇത് d/2, ടോട്ടൽ ഡിസ്റ്റൻസ് d. ഓക്കെ, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി? വളരെ സിമ്പിളാണ്. ഈ ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ വെക്റ്റർ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഫീൽഡും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടേക്കൊരു ഡിസ്റ്റൻസ് r ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് d/2, ഇത് z ആണെങ്കിൽ ദിസ് വാല്യൂ ഈസ് റൂട്ട് ഓഫ് z² പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഓൾസോ റൂട്ട് ഓഫ് z² പ്ലസ് d/2 ഹോൾ സ്ക്വയർ. സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ വെക്റ്റർ r എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, r എന്ന് എഴുതാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് പിയിൽ ഈ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇ എന്നിങ്ങനെ റെപ്രസെൻറ്റ്. ഈ പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്നതോ ഇങ്ങനെയായിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് വരും? 1/4 epsilon naught. ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ആണ്, ഇവിടെ ആയാലും പ്ലസ് ക്യൂ ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക, റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിലായിരിക്കും.
നമുക്കിതിനെ E1 എന്നും ഇതിനെ E2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. സോ മോഡുലസ് E1 modulus is equal to modulus E2 is equal to 1 by 4 pi epsilon naught Q by R എന്ന് എഴുതാം. Okay, clear? So resultant electric field എന്ത് വരും? Vector E is equal to vector E1 plus vector E2. ഇത് വെക്റ്റർ ഫോമിലാണ്. പക്ഷേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ ലളിതമായിട്ട് നമുക്ക് ഇത് രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ വെക്റ്ററിനെ നമുക്കിവിടെ ആംഗിൾ തീറ്റ എടുക്കാം. ഇതും തീറ്റ വരും, ഇത് 90 വരും. ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളും തീറ്റ വരും, ഈ ആംഗിളും തീറ്റ വരും. സോ E1 E2 എന്ന് പറയുന്നത് E1 E2 സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് എന്താ പറയുക, ഈ റിസൾട്ടൻ്റ് എന്ന് എഴുതിക്കോ. E1 E2 എന്നുള്ളതിന് പകരം സിംപ്ലിസിറ്റിക്ക് നമുക്ക് E എന്ന് എഴുതാം. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിനെ ഈ റിസൾട്ടൻ്റ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് E എന്ന് പറയുന്നത് രണ്ടും E ആണ്, ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ഈ വെക്റ്റർ ഇനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് E സൈൻ തീറ്റ വരും. ഈ വെക്റ്ററിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് E സൈൻ തീറ്റ വരും. വെർട്ടിക്കൽ കമ്പോണൻറ്റോ E കോസ് തീറ്റ. മറ്റേ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് വരും അഗെയിൻ E കോസ് തീറ്റ. So the resultant electric field will be E cos theta into E cos theta എന്ന് വരും. 2E cos theta എന്ന് വരും. ഓക്കെ, 2E cos theta. ക്ലിയർ ആയി വിചാരിക്കുന്നു. കാരണം എന്താ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് cancels each other and vertical components add up. Vertical components add up. Okay, so resultant is equal to 2 into E cos theta. Okay, so 2 into 1 by 4 pi epsilon naught Q by R square. What is cos theta? Cos theta is adjacent side by hypotenuse. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടുപിടിക്കുമ്പോൾ cos theta എന്ന് പറയുമ്പോൾ adjacent side Z, hypotenuse എന്ന് പറയുന്നത് root of Z square plus D by 2 the whole square. സിമ്പിൾ ആയിട്ട് Z by R. Okay, so the electric field E resultant will be E resultant will be 2 into 1 by 4 pi epsilon naught Q by R square into Z by R. Direction Z cap direction. ഈ ഡയറക്ഷൻ ആണ് വരിക റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിനെ. അതിനെ ഞാൻ Z cap എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ Z cap എന്ന് പറയും. സോ 2QZ by 4 pi epsilon naught R cube into Z cap. So the result will be QZ divided by 2 pi epsilon naught R cube. You can write it as R എന്ന് പറയുന്നത് root of അല്ലെങ്കിൽ Z square plus D by 2 the whole raised to 1 by 2. So R cube will be Z square plus D by 2 the whole square whole raised to 3 by 2. Z square plus D by 2 whole square വരും. Okay, so 2 pi epsilon naught Z square plus D by 2 the whole square whole raised to 3 by 2. This is the resultant electric field. Okay, E resultant. So the resultant electric field will be Qz by 2 pi epsilon naught Z square D square. നമുക്കൊരു കേസ്, ഒരു സ്പെഷ്യൽ കേസ് ഡിസ്കസ് ചെയ്യാം. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നമ്മളുടെ
രണ്ട് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ആണെന്ന് നമുക്കറിയാം. വളരെ അകലെയുള്ള ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചു, ഈ സെഡ് എന്ന് പറയുന്നത്, ഈ പി എന്ന് പറയുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് ഇഫ് സെഡ് ഈസ് ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ ഡി, അതായത് ചാർജുകൾ വളരെ ക്ലോസ്ലി സ്പേസിലാണ്, എന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ സെപ്പറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാർജ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ യു ക്യാൻ ടേക്ക് സെഡ് ഫാർ ഗ്രേറ്റർ ദാൻ ഡി. സോ യു ക്യാൻ റൈറ്റ് സെഡ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 whole raised to 3 by 2 can be approximately written as z square whole raised to 3 by 2. That means z cube. Okay, you can neglect this term. D is also very small, so d square by 4 is very small, so you can neglect that. So you can write the resultant electric field will be E resultant will be Qz by 2 pi epsilon naught z cube. So Q by 2 pi epsilon naught z square. ഈ ഒരു റിസൾട്ട് ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ റിലേഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചു എന്ന് മാത്രം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് മുഴുവൻ പോയിന്റ് ചാർജുകളെ കുറിച്ചാണ്. ചാർജ് എപ്പോഴും പോയിന്റ് ചാർജ് ആണ് എന്നുള്ള ഒരു അസംഷൻ ഇല്ല. നമുക്ക് എപ്പോഴും പോയിന്റ് ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ചാർജ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കോപ്പർ വയർ എടുത്താൽ ആ കോപ്പർ വയറിൽ ഒരുപാട് ചാർജസുകൾ ഉണ്ടാവും. ആ ചാർജസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം, അല്ലെങ്കിൽ ചാർജസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ വയർ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് ഓരോ പോയിന്റ് ചാർജ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചാർജസിൻ്റെ സെപ്പറേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ എടുത്തു എന്ന് വിചാരിച്ചോ, അതിൽ ഒരുപാട് പോയിന്റ് ചാർജസുകൾ നമ്മളിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയാണ്, ഒരുപാട് ഇലക്ട്രോൺസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോപ്പർ വയർ ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചാർജസുകൾ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. സോ നമുക്കിങ്ങനെ ഈ ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കുറവായ രീതിയിലാവുമ്പോൾ നമുക്ക് ഈ ഒരു ചാർജസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. Continuous charge distribution. Continuous charge distribution എന്ന് പറഞ്ഞാൽ ചാർജസ് വളരെ ക്ലോസ്ലി സ്പേസിലാണ്, നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഒരു ചാർജ് മറ്റൊരു ചാർജ് തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. സോ യു ക്യാൻ ട്രീറ്റ് ദ ചാർജ്, യു ക്യാൻ ട്രീറ്റ് ലൈക്ക് ദാറ്റ് ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദിസ് വയർ. ഇതൊരു വൺ ഡയമെൻഷണൽ സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്കൊരു ഷീറ്റ് കൺസിഡർ ചെയ്യാം. ആ ഷീറ്റിൽ ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷനാണ്. ചാർജ് ഒരു സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ. ഏറ്റവും മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഒരു വോള്യം, ഒരു 3 ഡയമെൻഷണൽ സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ചാർജസ് ആ വോള്യത്തിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അസംഷൻ ഒരു റിയൽ ഫിസിക്കൽ പ്രോബ്ലത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പലപ്പോഴും കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മളുടെ കോൺസെപ്റ്റ് റീറൈറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. സോ അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിവിടെ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിനെ കുറിച്ചാണ്. യൂണിഫോം distribution of charges. അങ്ങനെ പറഞ്ഞാൽ ഒരു ലൈനിലാവട്ടെ, ഒരു വോള്യത്തിലാവട്ടെ, ഒരു സർഫസിലാവട്ടെ, ചാർജസ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ലൈനിൽ ഈ റീജിയനിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഈ റീജിയനിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഒരേ രീതിയിലാണെങ്കിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. ത്രൂ ഔട്ട് ദിസ് ലൈൻ
ചാർജ് ഒരേ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ചാർജ് എന്ന് പറയുന്നത് ഒരേപോലെ വരുന്നു. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെയാണെങ്കിൽ നമുക്കതിനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് എന്ന് പറയാം. എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇത് അത്തരം സിറ്റുവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് electric field due to a continuous linear charge distribution. Means charge is distributed uniformly over a line or a wire, over a line. So അങ്ങനെ ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ഈ ലൈൻ ഒരു ചാർജ്ഡ് വയറാണ്. ഇതിൻ്റെ ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് നമുക്കറിയാമെന്ന് വിചാരിച്ചു. ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് is suppose it is Q. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, Q എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് is nothing but Q by L. This quantity is represented as lambda. This is called linear charge density. If the charge is distributed uniformly over a line, then charge per unit length of the wire is called linear charge density. It is represented by the symbol lambda and its unit is coulomb meter raised to -1. Okay. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പ്രോബ്ലത്തിന് തരാം, ഒരു ലൈൻ ചാർജ് തരും, അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെന്ന് പറയും. ഓക്കെ. അപ്പോൾ നമുക്കതിനെ കുറച്ചും കൂടി ഒരു ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചാർജ് ക്യൂവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ എന്ന് എഴുതാം. അതായത് നമ്മൾ ഇൻ്റഗ്രൽ 0 to L, ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ നമ്മളിവിടെ ഒരു കഷ്ണം ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഡി എൽ എടുത്തു. യൂണിറ്റ് ലെങ്ത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പോൾ ഡി എൽ ലെങ്ത്തിന് ലാംഡ ഡി എൽ വരും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് പറയുമ്പോഴോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഡി ക്യൂ, ഈ ഇവിടുത്തെ ചാർജ് ഡി ക്യൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലാംഡ ഡി. ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റ് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സോഴ്സ് ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൈംഡ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾക്കൊരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഒരു ചാർജ് തന്നിട്ടുണ്ട്, ഒരു ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെൻറ്റ് ഡി എൽ എടുക്കുക. എന്നിട്ട് ഇവിടേക്കുള്ള ദൂരം വെക്റ്റർ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ഹിയർ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഈസ് lambda. So for dl, dq is equal to lambda dl. Then നമ്മുടെ ചോദ്യം, what is the electric field at P due to this dl? ഇങ്ങനെ ഒരു dl എലമെന്റ് ഉണ്ടെങ്കിൽ, ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ചാർജിനെ നമ്മൾ ഡി ക്യൂ എന്ന് എഴുതുകയാണെങ്കിൽ dq is equal to lambda dl എന്ന് എഴുതാം. സോ DE, electrostatic force, electrostatic field
ഈ റീജിയനിൽ നമ്മൾ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം 1/4πε0 dq by r square into r cap. ഇങ്ങനെ വരും ഈ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ മാത്രം. Understood? So what is the total electric field? Total electric field is നമ്മൾ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ 1/4πε0 ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ പ്രൈം, നമുക്ക് ഡി എൽ പ്രൈം എന്ന് കൊടുക്കാം, പിന്നെ ഡി എൽ പ്രൈം എന്ന് കൊടുക്കാം, ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഒരു സർഫസിലാണെന്ന് വിചാരിക്കും. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഒരു ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഷീറ്റ് ഓഫ് ചാർജ്. നമ്മൾ ടോട്ടൽ ചാർജ് ഇതിൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിച്ചോ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് വിചാരിക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ. നമുക്കൊരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്ന സിമ്പിളാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി. യൂണിറ്റ് ഏരിയയിലെ ചാർജ് സിഗ്മ ആണെങ്കിൽ ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ ആണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. അതായത് കുഞ്ഞ് യൂണിറ്റ് ഏരിയയിലെ ചാർജ് സിഗ്മ ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം. കുറച്ചും കൂടി ഇൻ്റഗ്രൽ ഫോമിൽ, സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ മറ്റേ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ വരും. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൊളൂം മീറ്റർ റേസ് ടു -2. സോ surface charge density is nothing but charge per unit area. Okay, so if the charge is distributed uniformly throughout the sheet, we can define a quantity. That quantity is called surface charge density. Surface charge density is nothing but charge per unit area. Okay, clear? Then if you consider an area element dA prime, then യൂണിറ്റ് ഏരിയയ്ക്ക് ചാർജ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പോൾ ഡി എ പ്രൈം ഏരിയ എലമെൻറ്റിന് എത്ര വരും? ഏരിയയ്ക്ക് എത്ര വരും? സിഗ്മ ഡി എ ആയിരിക്കും ടോട്ടൽ ചാർജ്, സിഗ്മ ഡി എ പ്രൈം. സോ ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യൂ എന്ന് എഴുതാം, ഇൻ്റഗ്രൽ സിഗ്മ ഡി എ പ്രൈം എഴുതാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു a surface charge distribution. Surface charge distribution. Surface charge distribution. നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ ഒരു ഷീറ്റ് ഓഫ് ചാർജ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിചാരിച്ചു. You can consider an area element dA prime here. Then you can draw a vector from dA prime to this point P. Or then നമുക്ക് ഇങ്ങനെ എഴുതാം, for dA prime charge dq is equal to sigma dA prime. Okay. So DE electric field due to this area element പഴയ പോലെ തന്നെ DE is equal to 1/4πε0 dq by r square into r cap. 1/4πε0 sigma dA prime by r square into r cap.
So what is the total electric field? Total electric field പണ്ട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ total electric field E can be written as 1 by 4 pi epsilon naught integral sigma dA prime by r square into r cap. This is the expression for electric field due to a surface charge distribution. Next we are going to discuss a volume charge distribution. If the charge is distributed throughout a volume, volume charge distribution. Volume charge distribution. In that case, we will define a quantity rho that is called charge per unit volume. Charge per unit volume. And Q can be written as integral rho d tau prime. If you are considering a volume element d tau prime, charge on that volume element is rho d tau prime, total charge is rho d tau prime. Then the electric field at a point P, E can be written as 1 by 4 pi epsilon